ആലപ്പുഴ വാഹനാപകടത്തിൽ മരിച്ച ശ്രീദീപിന്റെ പാലക്കാട്ട് വീട്ടിലേക്ക് ദുഃഖവാർത്തയറിഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും എത്തിത്തുടങ്ങി. നിഖിൽ പ്രമേഷ് ഇപ്പോൾ അവിടെ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, വലിയ വേദനയുള്ള ഒന്നാണ്. എന്തൊക്കെയാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ് നിഖിൽ? ഉന്മേഷ്, ദുഃഖാർത്ഥമായ കുറേ നിമിഷങ്ങളാണ് നമുക്ക് ഈ വീടിന് മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ശ്രീദീപിൻ്റെ അധ്യാപകർ, സഹപാഠികൾ, ഒപ്പം പഠിച്ചവർ, ബന്ധുക്കൾ അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ വീട്ടിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെയധികം ദുഃഖ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഈ വീട്ടിലൊരൊറ്റ മോനാണ്. അവർക്കൊക്കെ വലിയ അടുപ്പമുണ്ടായിരുന്ന ആളുകളാണ്. ഈ കുട്ടി ഇന്നലെ വൈകിട്ട് പോലും വീട്ടിൽ വിളിച്ചെന്ന് സിനിമയ്ക്ക് പോകുന്നു എന്നുള്ള കാര്യം വീട്ടുകാരെയും ഒക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ദുഃഖ വാർത്ത എത്തുമ്പോൾ അത് എത്രത്തോളം ഈ വീടിനെ ആകെ വേദനയിലാഴ്ത്തുന്നതാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത് തന്നെയാണ്. ഇപ്പോൾ ശ്രീദീപിൻ്റെ ചില അധ്യാപകർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാം പഠിപ്പിച്ചിരുന്ന അവർ നിങ്ങൾക്ക് അറിയാവുന്ന, വ്യക്തിപരമായി അറിയാവുന്ന ഒരു കുടുംബമാണ്. അതെ 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 വ്യക്തമായിട്ട് നമ്മുടെ വൈഫിൻ്റെ സ്കൂളിലാണ്, അത് ഭാരത് മാതാ സ്കൂളിലാണ്. കുഴപ്പമില്ല, ആള് നല്ലൊരു സ്പോൺസറാണ്. നല്ല സ്പോർട്സ് കറക്റ്റായിട്ട് ബിഹേവ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ്. എന്താണെന്ന് അറിയില്ല, ഒരു 2 മാസം ആയിട്ടുള്ളൂ പോയിട്ട്. ആളൊരു 2 മാസം ആയിട്ടുള്ളൂ. മെഡിക്കലിൻ്റെ അത് കിട്ടി, അവരുടെ പ്രാക്ടീസൊക്കെ പറഞ്ഞ് പോയിട്ട് 2 മാസത്തോളം ആയിട്ടുള്ളൂ. ഞാനൊരു 4 മാസം മുന്നേ വരികയും ചെയ്തു, വീട്ടിൽ വന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറിയുന്നത് വൈഫിൻ്റെ ഭാരത് മാതാ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അതൊരു പണ്ടേ നമുക്ക് അറിയാതെ ആളുകളൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു കുട്ടിയാണല്ലേ? അതെ 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 അതെ. നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ഇവിടെയുള്ള ഈ ഗ്രാമവാസികളൊക്കെ ആയിട്ട് വളരെ നല്ല അടുപ്പം വെച്ച് പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ് ശ്രീദീപിൻ്റേത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വേദന, സങ്കടം അതൊക്കെ തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഇവിടേക്ക് മറ്റു നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം കൊണ്ടുവരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ വേദനയിലാണ് നാട്ടുകാർ, വീട്ടുകാർ, ഒപ്പം ബന്ധുക്കളും ഒക്കെ ഉള്ളത്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്.